കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ആന്ധ്രാപ്രദേശിലേക്ക് വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. കേസിലെ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാം ചിറ്റൂരിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആന്ധ്രയിലേക്ക് വ്യാപിപ്പിക്കുന്നത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇയാളെ ഉടൻ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ പോലീസിന്റെ നീക്കം. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഈ ആത്മഹത്യ നടന്നിട്ട്, നിതിൻ രാജിന്റെ മരണം നടന്നിട്ട് മാസങ്ങൾ കഴിയുകയാണ്. പക്ഷേ ഇപ്പോഴും പ്രധാന പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജാമ്യാപേക്ഷ കൂടി തള്ളിയ പശ്ചാത്തലത്തിൽ പിടികൂടിയേ പറ്റൂ എന്ന നിലയിലേക്ക് പോലീസ് എത്തുകയാണോ? ഈ പശ്ചാത്തലത്തിലാണോ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്? ഗൗതം, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ദന്തൽ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് മരണപ്പെട്ടിട്ട് ഏതാണ്ട് 4 മാസം കഴിയുന്നു. ആ സംഭവം നടന്ന് അധ്യാപകനായ MK റാമിനെതിരെ കേസെടുത്തിട്ട് ഏതാണ്ട് 3 മാസവും പിന്നിടുന്നു. 3 മാസമായി MK റാം ഒളിവിൽ കഴിയുകയാണ്. പലയിടത്തായി കർണാടകയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമൊക്കെ തന്നെ വ്യാപകമായി പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ MK റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇനി കീഴടങ്ങുക, പോലീസിന് മുന്നിൽ കീഴടങ്ങുക എന്നൊരൊറ്റ തീരുമാനം മാത്രമാണ് MK റാമിന് മുന്നിലുള്ളത്. അത് പോലീസിന് മുന്നിലായിരിക്കുമോ അതോ കോടതിയിലായിരിക്കുമോ കീഴടങ്ങുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇത് ഇവിടെ അവ്യക്തതയുള്ളത്. അതേസമയം ഇയാൾ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം MK റാം തലശ്ശേരി കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന ചില സൂചനകളുണ്ട്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികൾ തൻ്റെ മുന്നിലില്ല എന്ന് കണ്ട് തലശ്ശേരി കോടതിയിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഏതായാലും 90 ദിവസമായ ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ കേസിൽ പ്രധാന പ്രതിയായി ചേർക്കപ്പെട്ടയാൾ ഒളിവിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പിടിപ്പുകേടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടതിനെ അയാളെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിപ്പട്ടികയിലുള്ള റാമിനെ പിടികൂടുവാനായി ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്.